ഹലോ ഫ്രണ്ട്സ്, ഒരു ആവറേജ് ഇന്ത്യൻ മിഡിൽ ക്ലാസ് മാന് വെറും ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിലായിരിക്കും വിശ്വസിക്കുക. എന്നാൽ ഒരു ആവറേജ് മില്യനർക്ക് 7 ഇൻകം സ്ട്രീംസ് ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഈ 7 ഇൻകം സ്ട്രീംസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ 7 സോഴ്സ് ഓഫ് ഇൻകത്തെ കുറിച്ച് മനസ്സിലാക്കിയാലേ ഒരു സോഴ്സ് ഇൻകത്തിൽ മാത്രം ഡിപ്പെൻഡ് ആകാതെ നിങ്ങളുടെ ഇൻകം സ്ട്രീംസ് ഇൻക്രീസ് ചെയ്യാം. നമ്മൾ ഏത് ഇൻകം സ്ട്രീംസ് എടുത്താലും അത് ഈ 2 കാറ്റഗറി ഓഫ് ഇൻകത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന് ആക്റ്റീവ് ഇൻകം, രണ്ടാമത്തേത് പാസീവ് ഇൻകം. ഈ ആക്റ്റീവ് ഇൻകം എന്ന കാറ്റഗറിയിൽ നമ്മൾ നമ്മുടെ ടൈം പണത്തിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആക്റ്റീവ് ഇൻകം ഏൺ ചെയ്യാൻ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് ഇട്ടിട്ട് വർക്ക് ചെയ്യണം. അതായത് നമ്മുടെ പ്രസൻസ് അവിടെ വേണം. ഉദാഹരണത്തിന് നമ്മുടെ ജോബ് ആക്റ്റീവ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തേത് പാസീവ് ഇൻകം. പാസീവ് ഇൻകം കാറ്റഗറിയിൽ നമ്മൾ ഒരു തവണ ഇടുന്ന എഫേർട്ടിന് നമ്മൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോങ് ടേമിലേക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ആളുകൾ അവർ ജോബിന് പോയതിന് ശേഷം ജോബിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ജോബിലൂടെ അല്ലാതെ വേറെ ഏത് വഴിയിലൂടെയും ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ അങ്ങനെ വിചാരിക്കാതിരിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഏതൊക്കെ ഇൻകം സ്ട്രീംസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയാൽ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ മാത്രം ഡിപ്പെൻഡ് ആകാതെ മൾട്ടിപ്പിൾ സോഴ്സസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം. നമ്പർ 1, ഏൺഡ് ഇൻകം. ഈ ഇൻകം നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിലൂടെ കിട്ടാം. അതായത് നിങ്ങളുടെ സാലറി, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇൻകം കിട്ടും. ഇത് ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിലാണ് വരിക. കാരണം ഒരു ജോബിലൂടെ നിങ്ങൾക്ക് ഹവർലി, വീക്ക്ലി ഇല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ്സ് കിട്ടും. ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ എൻട്രി ലെവൽ പൊസിഷനിൽ നിന്ന് സിഇഒയിലേക്ക് പോയാലും നിങ്ങൾ ഈ ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിലാണ് വരിക. ഇനി നിങ്ങളൊരു കമ്പനിയിലെ എംപ്ലോയി അല്ലാതെ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, അതായത് നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ, ഒരു ദിവസം നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് പോയി നിങ്ങളുടെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. സോ അന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടില്ല. നിങ്ങളൊരു മില്യണർ ആയിരിക്കാം, ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിലാണെങ്കിലും നിങ്ങൾക്ക് മില്യണർ പാരൻസ് ഇല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ഈ കാറ്റഗറിയിൽ നിന്നാണ് നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നിന്ന് നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റിക്കാകാൻ പാടില്ല. ഒരുപാട് ആളുകൾ ഈ തെറ്റാണ് ചെയ്യുന്നത്. അവരുടെ പ്രൊഫഷണൽ ഏജിൽ വളരെ എൻഗേജ്ഡ് ആയതുകൊണ്ട് വേറെ ഒരു ഇൻകം സോഴ്സ് ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചു പോലും നോക്കില്ല. അവരുടെ ജോബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലും ലൈഫിൽ നല്ല ഒരു പൊസിഷനിൽ എത്തും എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് അവരൊക്കെ റാറ്റ് റേസിൽ പെട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. നിങ്ങൾ ടൈമിനെ പണത്തിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്താൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും നിങ്ങളുടെ ഇൻകത്തിനൊരു ലിമിറ്റ് വരും. ഈ ലിമിറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മറ്റുള്ള ഇൻകം സോഴ്സസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്പർ 2, ട്രാൻസാക്ഷണൽ ഇൻകം. ഈ ട്രാൻസാക്ഷണൽ ഇൻകം കാറ്റഗറി മറ്റുള്ള എല്ലാത്തിനേക്കാളും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇതിൻ്റെ ഫോർമുല വളരെ സിമ്പിളാണ്. ബൈ ലോ, സെൽ ഹൈ. അതായത് ഒരു പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയിൽ വാങ്ങി നമ്മൾ പ്രോഫിറ്റ് മാർജിൻ വെച്ച് കൂടുതൽ വിലക്ക് വിൽക്കുന്നത്. ആ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും നമ്മുടെ ഇൻകം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് 25,000 വാങ്ങിയിട്ട് അത് നിങ്ങൾ വേറെ ഒരാൾക്ക് 30,000 വിറ്റാൽ നിങ്ങളുടെ പ്രോഫിറ്റ് 5,000. ഇതിനെയാണ് നമ്മൾ റീസെല്ലിംഗ്, റീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് ഓഫ് ഗുഡ്സ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ട് ഈ ട്രാൻസാക്ഷനെ ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിലും പാസീവ് ഇൻകം കാറ്റഗറിയിലും ജനറേറ്റ് ചെയ്യാൻ കഴിയും. ആക്റ്റീവ് മെത്തേഡിൽ ട്രഡീഷണൽ ആയിട്ട് ഒരു പ്രൊവിഷണൽ സ്റ്റോറോ വേറെ ഏത് ഷോപ്പാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലിൽ കുറഞ്ഞ വിലയിൽ പ്രൊഡക്ട്സ് വാങ്ങി ഒരു ലോക്കൽ മാർക്കറ്റിൽ കൂടുതൽ വിലക്ക് വിൽക്കാം. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ചിട്ട് ആക്റ്റീവായിട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ട് അത് ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിൽ വരും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റിന്റെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഓൺലൈനിൽ ട്രാൻസാക്ഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഓൺലൈനിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രൊഡക്ട്സും റീസെയിൽ ചെയ്യാൻ കഴിയും, ഡിജിറ്റൽ പ്രൊഡക്ട്സും റീസെയിൽ ചെയ്യാൻ കഴിയും. മുമ്പൊക്കെ ട്രാൻസാക്ഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വളരെ ചുരുങ്ങിയ എമൗണ്ടെങ്കിലും വേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ട്രാൻസാക്ഷണൽ ഇൻകവും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ജനറേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ആപ്സും വെബ്സൈറ്റും ഒക്കെ ഉണ്ട്. നമ്പർ 3, പോർട്ട്ഫോളിയോ ഇൻകം. പോർട്ട്ഫോളിയോ ഇൻകം ഒരു ടൈപ്പ് ഓഫ് പാസീവ് ഇൻകം ആണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് 50-30-20 റൂൾ യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് 20% നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഷെയർസ്, ബോൺസ്, FD, RD, മ്യൂച്വൽ ഫണ്ട്സ്
അല്ലെങ്കിൽ ഒരു ഐഡിയ തീം ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ സ്മോൾ കേസസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ സ്മാർട്ടായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ചില വാല്യുബിൾ കമ്പനീസിന്റെ ഷെയർസ് ഉണ്ടാകും. ഈ കമ്പനീസിന് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡിവിഡൻഡിലൂടെ ഇൻകം കിട്ടും. ബാങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, നാഷണൽ പെൻഷൻ സ്കീം, ഗോൾഡ് ലോൺസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതുപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ അസറ്റിലൂടെയും കിട്ടുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാറ്റഗറിയിൽ വരും. നമ്പർ 4, റെന്റൽ ഇൻകം. റെന്റൽ ഇൻകം എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഒരുപാട് പേരുടെ മൈൻഡിലേക്ക് വരുന്നത് ഒരു കാര്യമായിരിക്കും, വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. അതും ഒരു വഴിയാണ്. എന്നാൽ റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് അത് മാത്രമല്ല വഴി. നിങ്ങൾക്ക് റെന്റൽ ഇൻകം വീട് ഉണ്ടാക്കാതെ നിങ്ങളുടെ അടുത്ത് വെറും ലാൻഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് ആയിട്ട് റെന്റിന് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫങ്ഷൻസ് നടത്താൻ റെന്റിന് കൊടുക്കാം. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലാതെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സും റെന്റിന് കൊടുത്തിട്ട് ഏൺ ചെയ്യാം. ഒരുപാട് ആളുകൾ അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റെന്റിന് കൊടുക്കും, മെഷീനറീസ് റെന്റിന് കൊടുക്കും, ഓട്ടോ, കാർ, ഇതുപോലെ പാസഞ്ചർ വെഹിക്കിൾസും റെന്റിന് കൊടുത്ത് ഏൺ ചെയ്യും. എന്നാൽ റെന്റൽ ഇൻകം ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു കാര്യം മൈൻഡിൽ വെക്കണം. നിങ്ങൾ ഇതുപോലെ റിയൽ എസ്റ്റേറ്റോ എക്യുപ്മെന്റ്സോ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇട്ട ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കുന്ന EMIയേക്കാളും റെന്റൽ ഇൻകം കൂടുതലായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് ജനറേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ വാങ്ങിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയോ ഇല്ലെങ്കിൽ മെഷീനറിക്കോ അടക്കേണ്ട EMIയുടെ ലോണ് 15,000 രൂപയാണെന്ന് വിചാരിക്കുക. എന്നാൽ മന്ത്ലി ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് വരുന്ന റെന്റൽ ഇൻകം വെറും 12,000 രൂപ ആണെങ്കിൽ ഇതിൽ 3,000 രൂപ കുറവാണ്. അതിൽ ആ 3,000 നിങ്ങൾ അടക്കേണ്ടി വരും. ഇതിനെയാണ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ലോണിൻ്റെ EMI മറ്റുള്ള ചെലവിൻ്റെ എമൗണ്ടിനേക്കാളും റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേമിന് നല്ല ഒരു ഇൻകം സ്ട്രീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ റെന്റൽ ഇൻകം സ്ട്രീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കുക. നമ്പർ 5, റോയാലിറ്റി ഇൻകം. റോയാലിറ്റി ഇൻകത്തിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഒരു തവണ ചെയ്ത വർക്കിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും കാണുന്നത് വരെ നിങ്ങൾക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിലുള്ള ഐഡിയാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആ ബുക്ക് ഫേമസ് ആകാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ ആ ബുക്ക് വാങ്ങി വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ആളുകൾ ആ ബുക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ബുക്കിനെ കുറിച്ച് ഒരാൾ സിനിമ എടുത്തിട്ട് ആ പടം ഹിറ്റായാൽ അതിൽ നിന്ന് ജനറേറ്റ് ആകുന്ന ഇൻകത്തിൽ നിന്നും നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് കിട്ടും. ഈ റോയാലിറ്റി ഇൻകത്തിലൂടെയാണ് ഹാരി പോട്ടറിന്റെ ഓതർ JK റൗളിംഗ് ഒരു ബില്യണർ ആയത്. ബേസിക് ആയിട്ട് റോയാലിറ്റി ഇൻകത്തിന്റെ കോൺസെപ്റ്റ് ആണ്, നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യത്തിന് ലീഗലായിട്ട് റൈറ്റ്സ് വാങ്ങിയാൽ അത് മറ്റുള്ളവർ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് വരെ നിങ്ങൾക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്പർ 6, ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ജനറൽ ആയിട്ട് നമുക്ക് ലോങ് ടേമിൽ കിട്ടുന്ന ഒരു ഇൻകമാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു അസറ്റിൽ, അത് റിയൽ എസ്റ്റേറ്റ് ആകാം, സ്റ്റോക്സ് ആകാം, നിങ്ങൾ ഒരുപാട് വർഷത്തിന് മുമ്പ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഇന്ന് അതിൻ്റെ വാല്യൂ വളരെ ഹൈ ആണ്. സോ ഇന്ന് നിങ്ങൾ അത് വിറ്റാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും എത്ര കൂടുതലാണോ ആ എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ. ഉദാഹരണത്തിന് നിങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ABC കമ്പനിയുടെ 100 ഷെയർസ് 10 rupees പെർ ഷെയറിന് വാങ്ങിയിരുന്നു. സോ 10 വർഷത്തിന് മുമ്പ് ടോട്ടലായിട്ട് 1,000 rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ ABC കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 1000 രൂപയാണ്. ഇപ്പോൾ ടോട്ടലായിട്ട് അതിൻ്റെ വാല്യൂ 1 ലക്ഷമാണ്. ഇന്ന് നിങ്ങൾ അത് വിറ്റാൽ നിങ്ങൾക്ക് 99,000 rupees പ്രോഫിറ്റ് കിട്ടും. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. നമ്പർ 7, റിക്കറിംഗ് ഇൻകം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മന്ത്ലി, വീക്ക്ലി അല്ലെങ്കിൽ ഇയർലി ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് റിക്കറിംഗ് ഇൻകം. അതായത് നിങ്ങൾ കൊടുക്കുന്ന സർവീസിലൂടെ ഒരു തവണ നിങ്ങൾക്കൊരു കസ്റ്റമറെ കിട്ടിയാൽ ആ കസ്റ്റമർ മാസം നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നുകൊണ്ടേയിരിക്കും. റെക്കറിംഗ് ഇൻകത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൽഫോണിന് ഇൻ്റർനെറ്റ് ആൻഡ് കോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സിനും നമ്മൾ റിക്കറിംഗ് ഇൻകമാണ് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഈ റിക്കറിംഗ് ഇൻകം ബിസിനസ് മോഡലിലാണ് യൂസ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് ഈ ലോക്ക്ഡൗണിൽ ഒരുപാട് ആളുകൾ ഈ എൻ്റർടൈൻമെൻറ്റ് സ്ട്രീമിംഗ് സർവീസസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും.
സ്ട്രീമിംഗ് സർവീസസ് മാത്രമല്ലാതെ ഒരുപാട് ഫുഡ് ഡെലിവറി കമ്പനീസും ഈ റിക്കറിംഗ് ഇൻകത്തിലൂടെയാണ് അവരുടെ ബിസിനസ്സസ് ഒക്കെ റൺ ചെയ്യുന്നത്. ഇതുപോലുള്ള ഫുഡ് ഡെലിവറി ആപ്സ് നമ്മൾ ഒരു തവണ യൂസ് ചെയ്താൽ എന്തായാലും ഒരുപാട് തവണ വീണ്ടും വീണ്ടും അത് നമ്മൾ യൂസ് ചെയ്യും. സോ നമ്മൾ ഓരോ തവണ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങളും ഇതുപോലുള്ള റിക്കറിംഗ് ഇൻകം ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതുപോലുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിലൂടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ നിങ്ങളുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഈ 7 ഇൻകം സ്ട്രീംസ് ഉപയോഗിച്ചാണ് ഒരുപാട് മില്യനേഴ്സ് അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങളും ഒരു മില്യണർ ആകണമെന്ന് വിചാരിച്ചാൽ ഒരു ഇൻകം സ്ട്രീമിൽ മാത്രം ഡിപ്പെൻഡ് ആകാതെ ഇതുപോലെ മറ്റുള്ള ഇൻകം സ്ട്രീംസും ഡെവലപ്പ് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ഇൻകം സ്ട്രീംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് എല്ലാത്തിലും ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറയാതെ ആദ്യം നിങ്ങളുടെ എൻഡഡ് ഇൻകം അല്ലാതെ വേറൊരു കാറ്റഗറിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുക. വൺസ് നിങ്ങൾ ആ കാറ്റഗറിയിൽ സ്ട്രോങ് ആയതിനു ശേഷം വേറെ ഒരു ടൈപ്പ് ഓഫ് ഇൻകം സ്ട്രീം ട്രൈ ചെയ്യുക. എന്നാൽ നിങ്ങൾ ഏത് ഇൻകം സ്ട്രീം ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും സിൻസിയറായിട്ട് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് തരിക. ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനലിലെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ചാനലിൽ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.